Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in. Wa ala man ittaba'a huda ila yaumiddin. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാ ഈ കപ്പ് കിട്ടിയതാക്കാൻ അപ്പോ ജനകോടികൾ 830 കോടി മനുഷ്യന്മാരിൽ കുറച്ച് ആൾക്കാർ കളി കണ്ടിട്ടുണ്ടാവും, ഉറക്കൊഴിച്ചിട്ടുണ്ടാവും, യാത്ര ചെയ്തിട്ടുണ്ടാവും. 50,000 കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം ഫിഫക്ക് ലാഭം കിട്ടിയത്. അതിനപ്പുറപ്പുറത്ത് വേറെ ലാഭങ്ങളും ഉണ്ടാവും. ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെതായ ലാഭങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. കളിക്കാർക്ക് പങ്കെടുത്ത എല്ലാ കളിക്കാർക്കും ജയം ഒരു നിലക്ക് കിട്ടിയിട്ടുണ്ടാവും. അവരൊക്കെ ജയിച്ചു. നമുക്ക് ജയിക്കാൻ സാധിച്ചോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. ഒരുപാട് വെറ്റ് വെച്ചു, ഫ്ലക്സ് വെച്ചു, ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നു. അപ്പോ സമയമുണ്ട്, പൈസ ഉണ്ട്, അധ്വാനിക്കാൻ താല്പര്യമുണ്ട്, ചെയ്യാൻ കഴിയും എന്നിങ്ങനെയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. അതിനാൽ പരലോകത്തിന് വേണ്ടി നമുക്ക് പരലോകത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? ലോകത്ത് നമുക്ക് ജയിക്കണമെങ്കിൽ ടീമായിട്ട് ജയിക്കണമെങ്കിൽ കുടുംബമായി, സംഘമായി, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സംഘടനകളായി ഒക്കെ പ്രവർത്തിച്ചാൽ എല്ലാവർക്കും ജയിക്കാൻ സാധിക്കും. ഏറ്റവും വലിയ വിജയം ഫഖദ് ഫാദ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവൃത്തികൾ പൂർണ്ണമായി കൂലി കിട്ടുക അന്ത്യനാളിൽ മാത്രമാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവനാരോ ഫഖദ് ഫാസ്, ആ ആളാണ് ജയിക്കുക. അല്ലാഹു അത്തരം ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ അതിനുള്ള ടീം ഉണ്ടാക്കണം. ഓരോ നഗരങ്ങളിലും നമ്മൾ കണ്ട ഫാൻസിന്റെ സംവിധാനങ്ങൾ, ആ ആളുകളൊക്കെ നല്ല കഴിവും സാമർഥ്യവുമുള്ളവരാണ്, പൈസ പിരിപ്പിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ ഈ ടീം പരലോകത്ത് ജയിക്കണം. അതിന് സാക്ഷികൾ ഉണ്ടാകണം. നല്ല കാര്യങ്ങൾക്ക് സാക്ഷികൾ, നല്ല വാക്കുകൾക്ക് സാക്ഷികൾ, നല്ല പ്രവൃത്തികൾക്ക് സാക്ഷികൾ. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നല്ല സദസ്സാണ് എപ്പോഴും ആവശ്യമായത്. നല്ല സദസ്സിന് മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും, അവരുടെ പ്രാർത്ഥനകൾ ഉണ്ടാകും. പരലോകത്ത് മാത്രമല്ല, ഇഹലോകത്ത് തന്നെ റബ്ബിന്റെ ഒരു സാക്ഷ്യം, റബ്ബിന്റെ ഒരു സംസാരം, ഞാൻ അവർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന നല്ല സദസ്സിനെ കുറിച്ച് പറയും. നല്ല സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് പറഞ്ഞ് പിരിയണം. അബദ്ധങ്ങളും അപാകതകളും ഒക്കെ അപ്പം തന്നെ അല്ലാഹു മാപ്പാക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിന്റെ കഥകൾ. അതിനാൽ പരലോകത്തിന് വേണ്ടി ഇങ്ങനെയുള്ളൊരു പരിശ്രമം, ഇതിനേക്കാളേറെ വലിയ പരിശ്രമം, ഇതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് പരിശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൽ തോൽവിയില്ല. മത്സരങ്ങളിലൊക്കെ ചിലപ്പോൾ തോൽവി ഉണ്ടാകാം, എന്നാൽ ഇസ്ലാമിൽ തോൽവിയില്ല, ജയം മാത്രമേ ഉള്ളൂ. കാരണം ഒരാൾ സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചാൽ കിട്ടിയിരിക്കും. ആരെയും അല്ലാഹു നരകത്തിലേക്ക് പറഞ്ഞേക്കുകയില്ല. എല്ലാവരോടും സ്വർഗത്ത് പോകാനാണ് പറഞ്ഞത്. അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞ താക്കീത്
പിശാചിന്റെ കുതന്ത്രത്തെക്കുറിച്ചുള്ള താക്കീത്. നിങ്ങളെ കുടുംബം നിങ്ങൾക്ക് പിശാചുണ്ട്, കുടുംബത്തിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന താക്കീത് എല്ലാം നൽകിയിട്ടാണ് അള്ളാഹു വിട്ടത്. സ്വർഗത്തിൽ നിന്ന് ആദമിനെ അലൈഹിസ്സലാം ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് തോൽവിയില്ല. നമുക്ക് ആരെയും അതിന്റെ പേരിൽ ആശ്വസിപ്പിക്കേണ്ടി വരില്ല. കാരണം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവേ നമ്മളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. പരലോകത്തിന് വേണ്ടി മത്സരിക്കാൻ, ആ രംഗത്ത് ആളുകളെ കൂട്ടിച്ചേർക്കാൻ, സംഘടിപ്പിക്കാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. തൗഹീദിന്റെയും സുന്നത്തിന്റെയും ക്ലാസുകൾ എല്ലായിടത്തും സംഘടിപ്പിക്കാൻ അള്ളാഹുവെ നിങ്ങൾക്ക് തൗഫീഖ് നൽകണം. കഴിവും സാമർഥ്യവും അവസരവും സമ്പത്തും ആരോഗ്യവും നിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ റബ്ബേ അനുഗ്രഹിക്കണം. രോഗികളായ സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്ക് അല്ലാഹുവേ ശിക്ഷ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.